പ്രധാന വാർത്തകൾ വായിക്കുന്നത് ഗീത പി.വി. വീണ്ടും ദേവേന്ദ്ര കാലം. സത്യപ്രതിജ്ഞ ഇന്ന്. മുംബൈ. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയായി ബി.ജെ.പി. നേതാവ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്യും. ഫഡ്നാവിസ് ഇത് 3ാം തവണയാണ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാകുന്നത്. നിലവിലെ മഹായുതി സർക്കാരിൽ ഉപമുഖ്യമന്ത്രിയായിരുന്നു. ഇന്ന് വൈകിട്ട് 5-ന് ആസാദ് മൈതാനത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള കേന്ദ്രമന്ത്രിമാർ, ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ജെ.പി. നഡ്ഡ, വിവിധ സംസ്ഥാനങ്ങളിലെ ബി.ജെ.പി. എൻ.ഡി.എ മുഖ്യമന്ത്രിമാർ, ഉപമുഖ്യമന്ത്രിമാർ തുടങ്ങിയവർ പങ്കെടുക്കും. ബംഗ്ലാദേശ് നൽകുന്നത് അപകട സൂചന. ജെ. നന്ദകുമാർ, കണ്ണൂർ. ബംഗ്ലാദേശിലെ അതിക്രമങ്ങൾ ഭാരതത്തിലെ ഹൈന്ദവ സമൂഹത്തിന് നൽകുന്നത് അപകടകരമായ സൂചനയാണെന്ന് പ്രജ്ഞാവാഹ് ദേശീയ സംയോജകൻ ജെ. നന്ദകുമാർ. കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ ബംഗ്ലാദേശ് മതന്യൂനപക്ഷ ഐക്യദാർഢ്യ സമിതി സംഘടിപ്പിച്ച സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. വിദേശ പാർലമെന്റുകൾ അടക്കം ബംഗ്ലാദേശിലെ ഹിന്ദുവേട്ടയ്ക്കെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഇവിടെ പ്രതിപക്ഷം വിദേശത്ത് ഏതോ വ്യക്തിക്കെതിരെ എടുത്ത കേസിന്റെ പേരിൽ സഭ സ്തംഭിപ്പിക്കുകയാണ്. 1946 ആഗസ്റ്റിൽ മുസ്ലിം ലീഗ് രൂപം കൊണ്ട ശേഷം രാജ്യത്തുണ്ടായ ഹിന്ദുവേട്ടയുടെ തുടർച്ചയാണ് ബംഗ്ലാദേശിലും നടക്കുന്നത്. രൂപം കൊള്ളുമ്പോൾ 28% ബംഗ്ലാദേശിലെ ഹിന്ദു ജനസംഖ്യ ഇന്ന് 8% മാറിയത് വംശഹത്യയുടെ ഫലമായാണ്. ബംഗ്ലാദേശിനെ മതരാഷ്ട്രമാക്കാനാണ് നീക്കം. വിദ്യാർത്ഥികളിൽ അരാജകത്വം വളർത്തിയും പ്രക്ഷോഭങ്ങൾ നടത്തിയും ഇത് യാഥാർത്ഥ്യമാക്കുകയാണ്. അതിന്റെ ഫലമായി ഇപ്പോഴത്തെ അതിക്രമങ്ങൾ. ബംഗ്ലാദേശിലെ അതിക്രമങ്ങൾ ഇല്ലാതാക്കാൻ അടിയന്തരമായി സമാധാന സേനയെ അയക്കാൻ ലോകരാഷ്ട്ര തലവന്മാർ തയ്യാറാവണം. ഒപ്പം ഭാരതവും അടിയന്തര ഇടപെടൽ നടത്തണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഹിന്ദുക്കൾക്കെതിരായ അതിക്രമം ഉടൻ അവസാനിപ്പിക്കണം. ഷാഹി ഇമാം, ന്യൂഡൽഹി. ഹിന്ദു സമൂഹത്തിനെതിരായ അതിക്രമങ്ങൾ ഉടൻ അവസാനിപ്പിക്കണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനസിനോട് ഡൽഹി ജുമാ മസ്ജിദ് ഷാഹി ഇമാം സയ്യിദ് അഹമ്മദ് ബുഖാരി ആവശ്യപ്പെട്ടു. ഹിന്ദുക്കൾക്കും മറ്റ് ന്യൂനപക്ഷങ്ങൾക്കുമെതിരെ തുടരുന്ന അനീതികൾ അപലപനീയമാണെന്ന് അദ്ദേഹം പറഞ്ഞു. ഭാരതവുമായുള്ള അടുത്ത ബന്ധം നിലനിർത്താനും സംരക്ഷിക്കാനും ബംഗ്ലാദേശിന് ബാധ്യതയുണ്ട്. ന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ ഐക്യരാഷ്ട്രസഭയുടെ നിലപാട് പിന്തുടരേണ്ടത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്ന് ഷാഹി ഇമാം ഓർമ്മിപ്പിച്ചു. ബംഗ്ലാദേശ് സ്ഥാപിതമായതിനു പിന്നിൽ ഞങ്ങളുടെ രാഷ്ട്രം നിർവഹിച്ച പങ്ക് മറക്കരുത്. ഞങ്ങളുടെ ദേശീയ നേതൃത്വവും മാധ്യമങ്ങളും പൗരസമൂഹവും ബംഗ്ലാദേശുമായി അടുത്ത ബന്ധമാണ് പുലർത്തിപ്പോരുന്നത്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ, അദ്ദേഹത്തിന്റെ മകൾ ഷെയ്ഖ് ഹസീന വാജിദ്, അവരുടെ പാർട്ടിയായ അവാമി ലീഗ് എന്നിവരുമായി ഭാരതത്തിന്റേത് അടുത്ത സൗഹൃദമാണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഷെയ്ഖ് ഹസീന ഭാരതത്തിലേക്ക് വന്ന ശേഷവും അവർക്കെതിരായ അക്രമം അവാമി ലീഗിന്റെ മുസ്ലിം അമുസ്ലിം അനുഭാവികളിലേക്ക് പടർന്നു. ഇതുവരെ അത് ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യമായിരുന്നു. എന്നാൽ ഹിന്ദു ന്യൂനപക്ഷ സമൂഹത്തെ തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നത് അംഗീകരിക്കാനാകില്ല. അത് ഉടൻ അവസാനിപ്പിക്കണം, സയ്യിദ് അഹമ്മദ് ബുഖാരി പറഞ്ഞു. ന്യൂനപക്ഷങ്ങൾക്കുള്ള തുല്യ അവകാശ സംരക്ഷണം സംബന്ധിച്ച് ഐക്യരാഷ്ട്രസഭയ്ക്ക് ഒരു സാർവത്രിക പ്രഖ്യാപനമുണ്ട്. അത് അന്താരാഷ്ട്ര സമൂഹത്തിലെ എല്ലാ അംഗങ്ങളും പാലിക്കാൻ ബാധ്യസ്ഥരാണ്. നൊബേൽ ജേതാവെന്ന അന്താരാഷ്ട്ര പ്രശസ്തി കളങ്കപ്പെടാതിരിക്കാൻ ബംഗ്ലാദേശിന്റെ ഇടക്കാല ഭരണാധികാരി മുഹമ്മദ് യൂനുസ് ശ്രദ്ധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് ഷാഹി ഇമാം പ്രസ്താവനയിൽ കൂട്ടിച്ചേർത്തു. മീഡിയ വോയ്സ് എക്സലൻസ് പുരസ്കാരം കാവാലം ശശികുമാറിന്. തിരുവനന്തപുരം. വാർത്താമാസിക മീഡിയ വോയ്സ് നൽകുന്ന ഡോക്ടർ എ.പി.ജെ. അബ്ദുൽ കലാം മീഡിയ വോയ്സ് എക്സലൻസ് പുരസ്കാരത്തിന് ജന്മഭൂമി ഡെപ്യൂട്ടി എഡിറ്റർ കാവാലം ശശികുമാർ അർഹനായി. ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരം ജനുവരിയിൽ തിരുവനന്തപുരത്തെ ചടങ്ങിൽ സമ്മാനിക്കും. 1989 ജന്മഭൂമി പത്രത്തിൽ സബ് എഡിറ്ററായാണ് കാവാലം ശശികുമാർ ജോലിയിൽ പ്രവേശിച്ചത്. തുടർന്ന് കൊച്ചി, കോഴിക്കോട്, തിരുവനന്തപുരം, ഡൽഹി ബ്യൂറോകളിൽ ജോലി ചെയ്തു. ഡൽഹിയിൽ നിന്നുള്ള ദി സൺഡേ ഇന്ത്യൻ എന്ന വാരികയിൽ അസിസ്റ്റന്റ് എഡിറ്ററായും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. 2023 വിവിധ ഭാഷാ പത്രപ്രവർത്തകർക്കുള്ള ഭാരതീയ ഭാഷാ സമ്മാൻ പുരസ്കാരം, കൊച്ചി അന്താരാഷ്ട്ര പുസ്തകോത്സവ സമിതിയുടെ കെ. രാധാകൃഷ്ണൻ സാഹിത്യ പുരസ്കാരം, വിദ്യാധിരാജ ചട്ടമ്പിസ്വാമി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ കർമ്മശ്രേഷ്ഠ പുരസ്കാരം എന്നിവ ലഭിച്ചു. വിവേകാനന്ദ ശില
തപസ്സും പോരാട്ടവും, സുസമ്മത സുഷമ, നിങ്ങൾക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ, കവി പൗർണമി, മുഖം അഭിമുഖം, അവനവൻ കടമ്പ, ഏറനാട് കലാപം, കൃഷ്ണ കിരീടവും കർപ്പൂരാഴിയും, തുന്നിച്ചേർക്കണമീ ഭൂമി, അമ്മത്തോന്നൽ തുടങ്ങി നിരവധി പുസ്തകങ്ങളും എഴുതിയിട്ടുണ്ട്. ഭാര്യ കുമാരി ഗീത, ഹിന്ദി അധ്യാപിക. മക്കൾ ജയഹരി കാവാലം, ജയഗീത. ഫെയ്ജൽ ചുഴലിക്കാറ്റ് തുലാമഴയിലെ കുറവ് പരിഹരിച്ചു. കൊച്ചി. ഫെയ്ജൽ ചുഴലിക്കാറ്റ് തമിഴ്നാട്ടിൽ കര തൊട്ടതിന് പിന്നാലെ സംസ്ഥാനത്ത് പരക്കെ ലഭിച്ച ശക്തമായ മഴ തുലാവർഷത്തിന്റെ കുറവ് പരിഹരിച്ചു. നവംബർ 30 രാവിലെ 23% മഴക്കുറവ്. ഇന്നലെ രാവിലെ രേഖപ്പെടുത്തിയ കണക്ക് പ്രകാരം ഇത് 3% കുറഞ്ഞു. എറണാകുളം, കൊല്ലം ഒഴികെയുള്ള എല്ലാ ജില്ലകളിലും സീസണിൽ ഇതുവരെ ഭേദപ്പെട്ട മഴ ലഭിക്കുകയും ചെയ്തു. 3 ദിവസത്തിനിടെ 10.50 സെന്റിമീറ്റർ മഴയാണ് സംസ്ഥാനത്ത് ശരാശരി ലഭിച്ചത്. ഒക്ടോബർ 1 മുതൽ ഇന്നലെ രാവിലെ വരെ 45.19 സെന്റിമീറ്റർ മഴ ലഭിച്ചു. 46.67 സെന്റിമീറ്റർ ലഭിക്കേണ്ട സ്ഥാനത്താണിത്. കോഴിക്കോട് 35% മഴ കൂടിയപ്പോൾ കൊല്ലത്തും എറണാകുളത്തും യഥാക്രമം 31, 26% വീതം കുറഞ്ഞു. ആലത്തൂർ രാജ്യത്തെ മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷൻ. തിരുവനന്തപുരം. രാജ്യത്തെ ഏറ്റവും മികച്ച 5ാമത്തെ പോലീസ് സ്റ്റേഷനായി പാലക്കാട് ജില്ലയിലെ ആലത്തൂരിനെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തെരഞ്ഞെടുത്തു. അവസാന ഘട്ടത്തിൽ എത്തിയ 76 പോലീസ് സ്റ്റേഷനുകളിൽ നിന്നാണ് ആലത്തൂർ സ്റ്റേഷൻ ഈ നേട്ടം കൈവരിച്ചത്. വിവിധ തരത്തിലുള്ള കുറ്റാന്വേഷണങ്ങൾ, ക്രമസമാധാന പാലനം, അടിസ്ഥാന സൗകര്യങ്ങൾ, പോലീസ് ഉദ്യോഗസ്ഥരുടെ പെരുമാറ്റം, ലോക്കപ്പും റെക്കോർഡ് റൂമും ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ എന്നിങ്ങനെ നിരവധി മാനദണ്ഡങ്ങൾ അടിസ്ഥാനമാക്കിയാണ് മികച്ച പോലീസ് സ്റ്റേഷനുകളെ തെരഞ്ഞെടുത്തത്. പട്ടിക വിഭാഗക്കാർക്ക് ട്രേസ് പദ്ധതി. തിരുവനന്തപുരം. ഡിഗ്രി കഴിഞ്ഞ് ജേർണലിസം PGയോ ഡിപ്ലോമയോ പാസ്സായ പട്ടിക വിഭാഗക്കാർക്ക് 2 വർഷത്തെ ഇന്റേൺഷിപ്പ് പദ്ധതി ട്രേസിൽ ട്രെയിനിങ് ഫോർ കരിയർ എക്സലൻസ് നടപ്പാക്കുമെന്ന് മന്ത്രി OR കേളു പറഞ്ഞു. ആദ്യഘട്ടത്തിൽ 15 പേരെ തെരഞ്ഞെടുത്ത് മീഡിയ അക്കാദമി വഴി വിവിധ പത്ര-ദൃശ്യ മാധ്യമങ്ങളിൽ പരിശീലനത്തിന് അയക്കും. ഇവർക്കുള്ള സ്റ്റൈപ്പൻഡ് പട്ടികജാതി വികസന വകുപ്പ് നൽകും. പട്ടിക വിഭാഗ മേഖലകളിൽ നിന്നും കൂടുതൽ പേർ മാധ്യമ രംഗത്തേക്ക് എത്തുന്നതിന് ഈ പദ്ധതി സഹായിക്കുമെന്നും ഇന്റേൺഷിപ്പ് അപേക്ഷ ഉടൻ ക്ഷണിക്കുമെന്നും മന്ത്രി പറഞ്ഞു. തെങ്ങിന്റെ ചങ്ങാതിമാർ വരും. വിളിക്കൂ 9441759999. കൊച്ചി. നാളികേരത്തിന്റെ വിളവെടുപ്പിനും പരിചരണത്തിനുമായി നാളികേര വികസന ബോർഡ് ആരംഭിച്ച തെങ്ങിന്റെ ചങ്ങാതിക്കൂട്ടം ഹലോ നാരിയൽ കോൾ സെന്ററിലേക്ക് വിളിച്ച് കേര കർഷകർക്ക് തെങ്ങിന്റെ ചങ്ങാതിമാരെ ലഭ്യമാക്കാം. സേവനം ലഭ്യമാക്കുന്നതിനായി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 9:30 മുതൽ വൈകിട്ട് 5 മണി വരെ 9447175999 എന്ന നമ്പറിലേക്ക് വിളിക്കുകയോ വാട്സപ്പ് സന്ദേശം അയയ്ക്കുകയോ ചെയ്യാം. ഇതുവരെ 985 ചങ്ങാതിമാരാണ് കോൾ സെന്ററിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതാത് ജില്ലകളിൽ ബ്ലോക്ക്, ഗ്രാമപഞ്ചായത്ത് തലത്തിലാണ് ചങ്ങാതിമാരുടെ സേവനം ലഭ്യമാക്കുന്നത്. വിളവെടുപ്പ്, തെങ്ങിന്റെ മണ്ട വൃത്തിയാക്കൽ, മരുന്നു തളിക്കൽ, രോഗകീട നിയന്ത്രണം, കൃത്രിമ പരാഗണം തുടങ്ങിയ സേവനങ്ങൾ ഈ പദ്ധതിയിലൂടെ കേര കർഷകർക്ക് പ്രയോജനപ്പെടുത്താം. കർമ്മനിരതരായി സേവനം ചെയ്യാൻ തയ്യാറായിട്ടുള്ള തെങ്ങ് കയറ്റക്കാർക്കും തെങ്ങിന്റെ ചങ്ങാതിമാർക്കും കോൾ സെന്ററിൽ പേര് രജിസ്റ്റർ ചെയ്യാം. വിവിധ മേഖലകളിലെ പ്രമുഖർക്ക് മീഡിയ വോയിസ് എക്സലൻസ് പുരസ്കാരം. തിരുവനന്തപുരം. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച വ്യക്തികൾക്ക് വാർത്താ മാസികയായ മീഡിയ വോയിസ് എക്സലൻസ് പുരസ്കാരം പ്രഖ്യാപിച്ചു. ISRO ചെയർമാൻ ഡോക്ടർ S. സോമനാഥ്, കവിയും ഗാനരചയിതാവുമായ പ്രഭാവർമ്മ, സംവിധായകനും എഴുത്തുകാരനുമായ സൂര്യ കൃഷ്ണമൂർത്തി, മുൻ ജഡ്ജി ജസ്റ്റിസ് MR ഹരിഹരൻ നായർ, സംഗീത സംവിധായകൻ M. ജയചന്ദ്രൻ, എഴുത്തുകാരൻ വിനോദ് മങ്കര, പൊതുപ്രവർത്തകൻ RS ശ്രീകുമാർ, ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ VJ സെബി, തൊഴിൽ സംരംഭകൻ ഡോക്ടർ അനിൽ ബാലകൃഷ്ണൻ, നർത്തകി ഡോക്ടർ സുനന്ദ നായർ എന്നിവരും പുരസ്കാരത്തിന് അർഹരായി. മുൻ അംബാസഡർ TP ശ്രീനിവാസൻ ചെയർമാനും
ബാലു കിരിയത്ത്, പ്രൊഫസർ ഡോക്ടർ ഷാജി പ്രഭാകരൻ, ടി.പി. ശാസ്തമംഗലം, ഡോക്ടർ അലക്സ് വള്ളിക്കുന്നം എന്നിവർ അംഗങ്ങളുമായുള്ള സമിതിയാണ് പുരസ്കാര ജേതാക്കളെ തെരഞ്ഞെടുത്തത്. വാർത്താ സമ്മേളനത്തിൽ ഡോക്ടർ അലക്സ് വള്ളിക്കുന്നം, ദിലീപ് കുമാർ, സ്വയമ സുലൈമാൻ, കലാലയം കൃഷ്ണ, ആർ. അനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു. ഇന്ന് ലോക മണ്ണ് ദിനം. മണ്ണ് മാറി പൊന്നു വിളഞ്ഞതുമില്ല. കോഴിക്കോട് മണ്ണിൽ പൊന്നു വിളയിക്കുമെന്നായിരുന്നു പ്രസ്താവനയും വാഗ്ദാനവും. പക്ഷേ മണ്ണു മാറി പൊന്നു വിളഞ്ഞതുമില്ല. മണ്ണപ്പം ചുട്ടും മണ്ണ് വാരിക്കളിച്ചും പിന്നിട്ട ബാല്യം നമുക്ക് അന്യമായി. കാലിൽ മണ്ണ് പതിയാതിരിക്കാൻ വീടിനു ചുറ്റും ഇന്റർലോക്ക് ഇഷ്ടിക നിരത്തി. വേണ്ടാത്തതെന്തും വലിച്ചെറിയാനും കുഴിച്ചു മൂടാനുമുള്ളതാക്കി മണ്ണിനെ മാറ്റി. വിവേചനമില്ലാത്ത പ്രകൃതി ചൂഷണം മണ്ണിന്റെ സ്വാഭാവികതയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. മണ്ണ് മലിനമാകുന്നത് കൃഷിയെ മാത്രമല്ല ബാധിക്കുന്നത്. ഒരു ചെറിയ പ്ലാസ്റ്റിക് മണ്ണിലെറിയുമ്പോഴും, ഒരു തരി കീടനാശിനി മണ്ണിൽ വീഴിക്കുമ്പോഴും, ഒരു പിടി മണ്ണ് ഒലിച്ചു പോകുമ്പോഴും 1 കോടിയോളം ജീവൻ ഇല്ലാതാകുന്നതെന്നാണ് കണക്കുകൾ. മനുഷ്യർ ഉൾപ്പെടെ കോടിക്കണക്കിന് ജീവജാലങ്ങളുടെ ആവാസ വ്യവസ്ഥയാണ് മണ്ണ്. കാലാവസ്ഥാ വ്യതിയാനവും വനനശീകരണവും മലിനീകരണവും അമിതമായ നഗരവൽക്കരണവും മൂലം മണ്ണിന്റെ ഫലഭൂഷ്ഠത നശിക്കുകയാണ്. കായികം. അണ്ടർ-19 ഏഷ്യ കപ്പ്. UAE തകർത്ത് ഭാരതം സെമിയിൽ. ദുബായ്. 13 വയസ്സുകാരൻ വൈഭവ് സൂര്യവംശിയുടെ വെടിക്കെട്ട് ബാറ്റിങ്ങിനെ കരുത്തിൽ ഭാരതം അണ്ടർ-19 ഏഷ്യ കപ്പ് ക്രിക്കറ്റിന്റെ സെമിയിൽ. ഇന്നലെ നടന്ന മത്സരത്തിൽ UAE 10 വിക്കറ്റിന് തകർത്താണ് പാകിസ്ഥാന് പിന്നിൽ 2ാം സ്ഥാനക്കാരായി ഗ്രൂപ്പ് എയിൽ നിന്ന് ഭാരതം സെമിയിലെത്തിയത്. ഇന്നലെ ആദ്യം ബാറ്റ് ചെയ്ത് UAE 138 റൺസ് വിജയലക്ഷ്യം. ഇന്ത്യ 161 ഓവറിൽ വിക്കറ്റ് നഷ്ടമില്ലാതെ 143 റൺസ് എടുത്ത് മറികടന്നു. 46 പന്തിൽ 76 റൺസുമായി വൈഭവ് സൂര്യവംശിയും 51 പന്തിൽ 67 റൺസുമായി ആയുഷ് മാത്രയും പുറത്താകാതെ നിന്നു. നേരത്തെ ആദ്യം ബാറ്റ് ചെയ്ത UAE 44 ഓവറിൽ 137 റൺസിന് ഓൾ ഔട്ടാവുകയായിരുന്നു. സ്കോർ: UAE 44 ഓവറിൽ 137 ഓൾ ഔട്ട്. ഇന്ത്യ 16.1 ഓവറിൽ 143. ആദ്യം ബാറ്റ് ചെയ്ത UAEക്കായി മുഹമ്മദ് റിയാനും 35, അക്ഷത് റായിയും 26, ഏദൻ ഡിസൂസ 17, ഉദ്ദേശ് സൂരി 16 മാത്രമാണ് 2 അക്കം കടന്നത്. 3 വിക്കറ്റെടുത്ത യുദ്ധജിത്ത് ഗുഹയും 2 വിക്കറ്റ് വീതം വീഴ്ത്തിയ ചേതൻ ശർമ്മയും ഹാർദിക് രാജയും ചേർന്നാണ് UAE ചെറിയ സ്കോറിൽ ഒതുക്കിയത്. അണ്ടർ-19 ഏഷ്യ കപ്പ് ഹോക്കി. ഭാരതം ചാമ്പ്യന്മാർ. മസ്കറ്റ്. അണ്ടർ-19 ഏഷ്യ കപ്പ് ഹോക്കി കിരീടം ഭാരതം നിലനിർത്തി. ഇന്നലെ നടന്ന ആവേശകരമായ പോരാട്ടത്തിൽ പാകിസ്ഥാനെ 3-നെതിരെ 5 ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയാണ് ഭാരതം കിരീടം നിലനിർത്തിയത്. ചാമ്പ്യൻഷിപ്പിന്റെ ചരിത്രത്തിൽ 5ാം കിരീടമാണ് ഭാരതം സ്വന്തമാക്കിയത്. 2004, 2008, 2015, 2023 വർഷങ്ങളിലാണ് ഭാരതം മുൻപ് കിരീടം സ്വന്തമാക്കിയത്. 1996, 2000 വർഷങ്ങളിൽ റണ്ണർ-അപ്പ് ആവുകയും ചെയ്തിട്ടുണ്ട് ഭാരതം. ഫൈനലിൽ പാകിസ്ഥാനെതിരെ പിന്നിൽ നിന്ന ശേഷമാണ് ഭാരതം വിജയം സ്വന്തമാക്കിയത്. ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് 8ാം ഗെയിമും സമനിലയിൽ. സിംഗപ്പൂർ. ലോക ചാമ്പ്യൻഷിപ്പിലെ 8ാം ഗെയിമും സമനിലയിൽ പിരിഞ്ഞു. 51 നീക്കങ്ങൾക്കൊടുവിലാണ് ഡി ഗുഗേഷും ഡിങ് ലെറിനും സമനിലയ്ക്ക് സമ്മതിച്ചത്. നിലവിലെ ലോക ചാമ്പ്യൻ കൂടിയായ ഡിങ് ലിറനെതിരെ 7ാം ഗെയിമിലെന്ന പോലെ ഇന്നലെ നടന്ന 8ാം ഗെയിമിലും ഗുഗേഷിനെ വിജയിക്കാൻ സാധ്യതയുണ്ടായിരുന്നെങ്കിലും ഒടുവിൽ സമനില വഴങ്ങുകയായിരുന്നു. ഇതോടെ പോയിന്റ് നിലയിൽ 4-4 എന്ന സ്കോറിൽ ഇരുവരും ഒപ്പത്തിനൊപ്പമാണ്. മിന്നുന്ന ജയവുമായി ബാഴ്സ. മാഡ്രിഡ്. സ്പാനിഷ് ലാ ലിഗ ഫുട്ബോളിൽ തകർപ്പൻ വിജയവുമായി ബാഴ്സയുടെ തിരിച്ചുവരവ്. ചൊവ്വാഴ്ച രാത്രി വൈകി നടന്ന മത്സരത്തിൽ മയോർക്കയെ 1-നെതിരെ 5 ഗോളുകൾക്ക് തകർത്തു. കഴിഞ്ഞ ദിവസം ലാസ് പൽമാസിനോട് അപ്രതീക്ഷിത തോൽവി വഴങ്ങിയ ബാഴ്സയുടെ തകർപ്പൻ തിരിച്ചുവരവിനാണ് കളി സാക്ഷ്യം വഹിച്ചത്. ബാഴ്സയ്ക്കായി നായകൻ റാഫീഞ്ഞ 2 ഗോളുകൾ നേടി. 56ാം മിനിറ്റിൽ പെനാൽറ്റിയിലൂടെയും 74ാം മിനിറ്റിലുമായിരുന്നു ഗോളുകൾ. 12ാം മിനിറ്റിൽ ഫെറാൻ
ടോറസ് ആണ് ബാഴ്സയുടെ ഗോളടിക്ക് തുടക്കമിട്ടത്. 79-ാം മിനിറ്റിൽ ഡച്ച് താരം ഡി ജോ, 84-ാം മിനിറ്റിൽ വിക്ടർ എന്നിവരും ഓരോ ഗോൾ വീതം നേടി. കഴിഞ്ഞ 3 മത്സരങ്ങളിൽ 2 തോൽവിയും 1 സമനിലയുമായി ആരാധകരെ നിരാശപ്പെടുത്തിയ ബാഴ്സ ജയത്തോടെ ബദ്ധവൈരികളായ റയൽ മാഡ്രിഡുമായുള്ള പോയിന്റ് വ്യത്യാസം 4 ഉയർത്തി. എന്നാൽ ബാഴ്സയേക്കാൾ 2 മത്സരം കുറച്ചാണ് റയൽ കളിച്ചിട്ടുള്ളത്. അരുണാചൽ പ്രദേശിനെതിരെ അനായാസ വിജയവുമായി കേരളം. അഹമ്മദാബാദ്. ദേശീയ സീനിയർ വനിതാ ഏകദിന ക്രിക്കറ്റ് ടൂർണമെന്റിൽ കേരളത്തിന് മികച്ച വിജയം. അരുണാചൽ പ്രദേശിനെ 8 വിക്കറ്റിനാണ് കേരളം തകർത്തത്. ആദ്യം ബാറ്റ് ചെയ്ത അരുണാചൽ പ്രദേശ് 124 റൺസിന് ഓൾ ഔട്ടായി. മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ കേരളം 22-ാം ഓവറിൽ ലക്ഷ്യത്തിലെത്തി. ഭാരത താരം കൂടിയായ സജന സജീവന്റെ 5 വിക്കറ്റ് പ്രകടനമാണ് കേരളത്തിന് അനായാസ വിജയമൊരുക്കിയത്. സജന തന്നെയാണ് പ്ലെയർ ഓഫ് ദി മാച്ച്.